തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യ ഉത്തരവിന്റെ വിവരങ്ങൾ വരുന്നു. SITക്ക് കനത്ത തിരിച്ചടിയാണ് ജാമ്യ ഉത്തരവിലെ പരാമർശങ്ങൾ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികളുടെ ചുമതല ദേവസ്വം ബോർഡിനാണ്. പൂജകൾ ഉൾപ്പെടെയുള്ള താന്ത്രികപരമായ ചുമതലകൾ മാത്രമാണ് തന്ത്രിക്ക് ചുമതലയുള്ളത്. ഇക്കാര്യം ദേവസ്വം മാനുവലിന് വ്യക്തമാണ്. ഗൂഢാലോചനയിൽ തെളിവില്ല എന്നുകൂടി വ്യക്തമാക്കുന്നു ഈ ജാമ്യ ഉത്തരവ്. മഹസറിൽ ഒപ്പുവെക്കാത്തത് ക്രിമിനൽ ഗൂഢാലോചന എന്നതിനെ ദുർബലപ്പെടുത്തുന്നതായും കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഷഫീദ് റാവുത്തർ, ഈ തന്ത്രിയുടെ അറസ്റ്റ്, കസ്റ്റഡി, ഇതെല്ലാം വലിയ രാഷ്ട്രീയ ആരോപണം ഉയർത്തിയതാണ്. SITക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് തുടക്കം കുറിച്ച അവിടെ നിന്നാണ്. ഇപ്പോൾ ഈ ജാമ്യ ഉത്തരവ് വരുമ്പോൾ ആ ആരോപണങ്ങൾക്ക് ഇനി മൂർച്ച കൂടും. ഗോകുൽ, ഉറപ്പായിട്ടും അതായത് SITയെ സംബന്ധിച്ച് ഈ ഉത്തരവ് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് തിരിച്ചടി തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇതിനോടകം തന്നെ തന്ത്രിക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടി കോടതിയിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, അത് തന്ത്രി ദ്വാരപാലക പീഡക കേസിലും അതേപോലെ തന്നെ കട്ടിളപ്പാളി കേസിലും കോൺസ്പിറസി അടക്കം ഗൂഢാലോചന അടക്കം നടത്തിയതിന് മതിയായ തെളിവുകളില്ല എന്നുള്ളതാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ SITയെ സംബന്ധിച്ച് അവർക്ക് അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ കോടതിയിൽ നിന്നുണ്ടാകുന്ന തിരിച്ചടിയായി തന്നെ ഇതിനെ വിലയിരുത്തണം. മാത്രമല്ല, നേരത്തെ വലിയ വിവാദമായിരുന്നു തന്ത്രിക്കെതിരെ FIR അടക്കം ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ. മാത്രമല്ല, തന്ത്രിയെ കോടതിയിൽ റിമാൻഡ് ചെയ്തപ്പോഴടക്കം പറഞ്ഞത് ദേവന്റെ അനുജ്ഞ വാങ്ങിയിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. എന്നാൽ അതടക്കമുള്ള കാര്യങ്ങൾ നിയമപരമായി നിലനിൽക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഇപ്പോൾ ഈ കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ ദേവസ്വം ബോർഡിന്റെ ചുമതല, അതായത് ഭരണപരമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ അത് ദേവസ്വം ബോർഡിന്റെ ചുമതലയാണ്. പൂജകൾ ഉൾപ്പെടെയുള്ള താന്ത്രികപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് ചുമതല എന്നുള്ള കാര്യം കോടതിയും നിരീക്ഷിക്കുന്നുണ്ട്. ഇക്കാര്യം ദേവസ്വം മാനുവലിൽ വ്യക്തമാണെന്നും തന്ത്രി ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടത്തിയതിന് തെളിവില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അതായത് ഈ ഘട്ടത്തിൽ തെളിവുകൾ ഹാജരാക്കാൻ SITക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ മഹസറിൽ ഒപ്പുവെക്കാത്തത് ക്രിമിനൽ ഗൂഢാലോചന എന്നതിനെ ദുർബലപ്പെടുത്തുന്നതായും കോടതി നിരീക്ഷിക്കുന്നുണ്ട്. കൂടാതെ ഈ തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചും തന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചും ചില രേഖകളടക്കം പ്രോസിക്യൂഷൻ ഈ തന്ത്രിയുടെ ജാമ്യത്തെ എതിർത്ത് കോടതിയിൽ കൊണ്ടുവന്നിരുന്നു. പക്ഷെ അതടക്കം കോൺസ്പിറസിയുടെ ഭാഗമായി ഇപ്പോൾ കാണാനാകില്ല എന്നുള്ള നിലപാടാണ് കൊല്ലം വിജിലൻസ് കോടതിക്കുള്ളത്. അതിനനുസരിച്ചാണ് രണ്ടു കേസുകളിലും തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തത്. ഗോകുൽ, ഷഫീദ്, പ്രതികൾ പലരും സ്വാഭാവിക ജാമ്യം നേടുന്നതിനപ്പുറത്തേക്ക് ശ്രീകുമാറും ഇപ്പോൾ തന്ത്രിയുമൊക്കെ അവർ ഈ സ്വാഭാവിക ജാമ്യമല്ല, അതിനപ്പുറത്തേക്ക് അവർക്ക് എതിരെ തെളിവുകളില്ല എന്ന തരത്തിലുള്ള കണ്ടെത്തലോടുകൂടിയാണ് ഈ ജാമ്യ ഉത്തരവ് ലഭിക്കുന്നത്. SITക്ക് വീഴ്ച എന്ന ആരോപണം, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല എന്ന ആരോപണം കൂടുതൽ രൂക്ഷമാവും. ഗോകുൽ, ഉറപ്പായിട്ടും ഈ വിഷയത്തിൽ SITയെ സംബന്ധിച്ച് അവർക്ക് ഈ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടി, കുറ്റപത്രം നൽകാത്തതിനാൽ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്നത് അത് ഹൈക്കോടതി തന്നെ ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിലെ വീഴ്ച അല്ല എന്ന ഒരു ആശ്വാസം അത് SITക്ക് അനുവദിച്ചതാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റായിരുന്നു തന്ത്രി കണ്ഠരര് രാജീവരുടേത്. മാത്രമല്ല, അന്ന് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ഈ ശബരിമലയിലെ ഭരണപരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ആചാരപരമായ കാര്യങ്ങൾക്ക് പുറമെയുള്ള ഭരണപരമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിൽ തന്ത്രിക്ക് എന്ത് റോൾ എന്ന തരത്തിലേക്ക് ചർച്ചകൾ ഉയർന്നതാണ്. പക്ഷേ ഇപ്പോൾ കോടതി തന്നെ അക്കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രതിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട വാദവും അതായിരുന്നു. ദേവന്റെ അനുജ്ഞ അടക്കമുള്ള കാര്യങ്ങൾ അത് വാങ്ങിക്കാത്തതിലെ തന്ത്രിയുടെ വീഴ്ച എങ്ങനെയാണ് ഇന്ത്യൻ നിയമപ്രകാരം വരിക, അതിന്റെ പരിധിയിൽ വരിക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അന്നേ ഉയർന്നതാണ്. മാത്രമല്ല, ഈ വിഷയത്തിൽ തന്ത്രിക്ക് കോൺസ്പിറസി മേക്കിംഗ് എന്ന് പറയുമ്പോൾ അതിൽ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും വരും. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കോൺസ്പിറസിയിൽ തന്ത്രി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന നിലവിൽ സാമ്പത്തിക വിവരങ്ങളടക്കം കോടതിയിൽ കൊടുത്തിട്ടും SITക്കോ പ്രോസിക്യൂഷനോ തെളിയിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് തന്ത്രിക്ക് ജാമ്യം എന്നുള്ള കാര്യം കൃത്യമായി തന്നെ കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഗോകുൽ, ശരി. അറസ്റ്റിലായി ജയിലിൽ കിടന്ന 41 ദിവസമാണ് തന്ത്രി പുറത്തിറങ്ങിയത്. ആ ജാമ്യ ഉത്തരവിൽ അടിമുടി SITക്കുള്ള അടിയാണ്, കനത്ത തിരിച്ചടിയാണ് ആ ജാമ്യ ഉത്തരവിലെ പരാമർശങ്ങൾ. ഗൂഢാലോചനയ്ക്ക് പോലും തന്ത്രിക്കെതിരെ തെളിവില്ല എന്നാണ് പറയുന്നത്. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ തന്ത്രിയാണെന്ന് വരെയുള്ള നറേറ്റീവുകൾ ഇറങ്ങിയ കാലമായിരുന്നു. അതെല്ലാം പൊളിഞ്ഞടുക്കുകയാണ് ഈ ജാമ്യ ഉത്തരവോടുകൂടി. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.